ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? ആ കാര്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇപ്പം പുനഃപരിശോധന ഹർജികളൊക്കെ തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്ത് തീരുമാനമായിരിക്കും സർക്കാർ കൈക്കൊള്ളുക? സർക്കാരിന് ഒരു തീരുമാനവും എടുക്കേണ്ടി വരില്ല തൽക്കാലം. അടുത്ത ഡേറ്റ് എന്നാണെന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്ത ഡേറ്റിലേക്ക് തീർച്ചയായിട്ടും ഇത് ഈ ശബരിമല പുനഃപരിശോധന ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 പേരുടെ ബെഞ്ചാണ് അത് കേൾക്കാൻ പോകുന്നത്. ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തിൻ്റെ ബെഞ്ചിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 9 അംഗ ഭരണഘടനാ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അത് ഒരു തവണ മാത്രമേ കഴിഞ്ഞോളം ചേർന്നുള്ളൂ. അതിലുള്ള നിരവധി ജഡ്ജിമാർ റിട്ടയർ ചെയ്തു പോയി. അതുകൊണ്ട് പുതിയ ജഡ്ജിമാർ വരുന്നത് വരെ ഇത് മാറ്റിവെക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ മതപരമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും അവരാണ് പരിഗണിക്കാനിരിക്കുന്നത്. അതിൽ മറ്റ് നിരവധി കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ കേസുകളെല്ലാം പരിഗണിക്കാൻ വേണ്ടി ഇത് മാറ്റിവെക്കുകയും ആ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യും. അതിന് മുമ്പായിരിക്കും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരിക. ആ അഫിഡവിറ്റിൽ ഞാൻ ഒരു അത്ഭുതവും പ്രതീക്ഷിക്കുന്നില്ല. അഫിഡവിറ്റിൽ ഉറപ്പായിട്ടും ഇന്ന് എ വിജയരാഘവൻ തന്നെ, അതായത് CPM പൊളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് വിശ്വാസികളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഗോവിന്ദമാഷ് കൃത്യമായിട്ട് പറഞ്ഞു, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് നിലപാട് മാറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിലുള്ള സാഹചര്യങ്ങളിൽ അതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിലപാട് മാറ്റേണ്ടി വരും. ആ മാറ്റിയാൽ എങ്ങനെയാ അത് ശരിയാവുന്നത്? മാറ്റിയാൽ ശരിയാകാതെ അങ്ങനെ ഒരു നിലപാട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യപ്പ ഭക്തരെ പേടിച്ചുകൊണ്ടെന്നോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ടെന്നോ ഇപ്പൊ മുമ്പ് എന്തിന് അത്തരത്തിലൊരു നിലപാടെടുത്തു എന്നുള്ള ചോദ്യം വരുമല്ലോ. അല്ല, മുമ്പ് ആ നിലപാട് തെറ്റാണ് എന്ന് സമ്മതിക്കുന്ന പോലെ ആവില്ലേ അത്? അല്ല, നിലപാട് മാറ്റാത്ത ആരാളുള്ള കൂടെ യഥാർത്ഥത്തിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താ? രാഹുൽ ഗാന്ധിയുടെ നിലപാട് അവിടെ സ്ത്രീകളൊക്കെ ചോദ്യം, നേരത്തെ എടുത്ത നിലപാട് തെറ്റാണ്. ആയിക്കോട്ടെ, ശരി, സമ്മതിച്ചു. അത് മാറ്റേണ്ടി വരും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ ചോദ്യം നേരത്തെ അത് അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ സർക്കാരിന് സംഭവിച്ച പിഴവ് എന്താണ്? നേരത്തെ സർക്കാരിന് സംഭവിച്ച പിഴവൊന്നുമില്ല. സർക്കാരിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇവിടുത്തെ സർക്കാരിന് മാത്രമാണെന്ന് പറയാൻ ഗൗതത്തിന് താല്പര്യം ഉണ്ടാവും. പക്ഷെ ഞാൻ സത്യം പറയണമെന്ന് തീരുമാനിച്ച് ഈ പണിക്കിറങ്ങിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും പറയാൻ. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ നിലപാട് സ്ത്രീകളെ കയറ്റണം എന്നാണ്, യുവതികളെ കയറ്റണം എന്നാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? യുവതീ പ്രവേശം വേണം എന്നായിരുന്നു. ഈ വിധി വന്നപ്പോഴേക്കും ഇതിനെല്ലാവരും സ്വാഗതം ചെയ്തതാണ്. ഇനി ഇത് ഭയങ്കര എതിർക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന BJPയുടെ നിലപാട് എന്താണ്? രാജഗോപാലും കെ സുരേന്ദ്രനും ഒക്കെ ഈ വിധിയെ സ്വാഗതം ചെയ്തവരാണ്. അതിനുവേണ്ടി യുവതീ പ്രവേശനത്തിന് വേണ്ടി ലേഖനങ്ങൾ എഴുതിയതാണ്. RSSന്റെ ഇപ്പോഴത്തെ നിലപാട് യുവതികളെ പ്രവേശിക്കണമെന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും നിലപാട് മാറ്റി. ഏറ്റവും ഒടുവിലായി ഇപ്പൊ CPM കൂടി മാറ്റാൻ പോകുന്നു. അത്ര ഉള്ളതിന്റെ കാര്യം വളരെ ലളിതമാണ്. മനസ്സിലായി? പിന്നെ CPM മാറുമ്പോൾ കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ മറ്റുള്ള രണ്ടുപേർക്ക് മാറിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അണികൾക്കൊന്നും വലിയ പ്രത്യയശാസ്ത്ര ബോധമോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. CPM മാറുമ്പോൾ CPMൽ ഉള്ള മതേതരമായിട്ടുള്ള ചിന്തിക്കുന്ന വളരെ പുരോഗമനപരമായ നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്ക് പോലും അത് പ്രശ്നമാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത്തരമൊരു നിലപാടിലേക്ക് എത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒരുപാട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10-25 കൊല്ലങ്ങൾ കൊണ്ട് ഈ രാജ്യം ഒരുപാട് മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തേക്ക് ജനങ്ങളുടെ ചിന്താഗതിയെ നയിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ രാജാറാം മോഹൻ റോയെ പോലെ, അല്ലെങ്കിൽ അംബേദ്കറെ പോലെ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ ആളുകളുടെ ചിന്താഗതികളെ അവരുടെ ചിന്തകൾക്കനുസരിച്ച് രൂപപ്പെടുത്താനും നയിക്കാനും കഴിഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാലഘട്ടങ്ങൾ മാറി. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ചിന്താഗതി എന്താണോ അതിനനുസരിച്ച് അങ്ങോട്ട് നേതാക്കന്മാർ മാറുക എന്നുള്ള ലെവലിലേക്ക് ചരിത്രം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാം. അപ്പൊ അതിന്റെ ഭാഗമായി CPM കൂടി നിലപാട് മാറ്റേണ്ടി വരും. പക്ഷെ അപ്പോഴും എനിക്ക് CPMനോട് വിരോധമില്ല. കാരണം ഏറ്റവും ഒടുവിൽ മാറുന്ന പാർട്ടിയാണ് CPM. മറ്റെല്ലാവരും ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോഴേക്കും നിലപാട് മാറാത്തതായി എന്താണ് ഉള്ളതെന്നുള്ളതാണ് ഗോവിന്ദമാഷ് ചോദിച്ചത്. ഗോവിന്ദമാഷ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഗോവിന്ദമാഷെ സംബന്ധിച്ചോളം അത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി മൈൽഡായി, കുറച്ചുകൂടി സിംബോളിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, ബാക്കിയുള്ള 2 പാർട്ടികളും രാത്രിക്ക് രാത്രി തന്നെ നിലപാട് മാറ്റി. NSS നാമജപ ഘോഷയാത്ര നടത്തുമ്പോൾ അതിനിപ്പോൾ ആളുകൾ കൂടുന്നു എന്ന് തോന്നിയപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു? ബാക്കിയുള്ള 2 പേരും തൊട്ടടുത്ത ദിവസങ്ങളിൽ മാറ്റി, 48 മണിക്കൂറിനകം മാറ്റി. CPM എന്ത് ചെയ്യുന്നു? 2 കൊല്ലങ്ങൾ പതുക്കെ എന്ത് ചെയ്തു? ആ CPM നിലപാട് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം CPM മിണ്ടാതിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നീട് ഒരിക്കൽ പോലും CPMന്റെ ഒരു നേതാവ് പോലും ശബരിമലയിൽ യുവതികളെ കയറ്റണം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ വസ്തുതയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മിക്കവാറും ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരാൻ സാധ്യത
കുറവാണ്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി അതിന് നീട്ടിക്കിട്ടും എന്നുള്ളതാണ് വാസ്തവം. അതായത് മാറ്റേണ്ടത് തന്നെയാണ്, ജനങ്ങളുടെ വികാരം മാറ്റേണ്ടതാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. എന്റെ അഭിപ്രായം അത് മാറ്റേണ്ടതില്ല എന്നാണ്. എന്റെ അഭിപ്രായം CPM എടുത്ത നിലപാട് ശരിയാണെന്നാണ്. ഏറ്റവും ആദ്യം ഇത്തരം ഒരു നിലപാട് എടുത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ 2018 സെപ്റ്റംബറിലാണ് ഈ വിധി ഉണ്ടാവുന്നത്, 18-ന്. അപ്പൊ അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള ഒരു ജനവികാരം ഇതിന് അനുകൂലമായി ഉണ്ടാകുന്നു എന്ന് ആളുകൾ ധരിച്ചിട്ടുണ്ട്. ആ ധാരണ പോലും എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം അത് ശരിയാണോ ഇല്ല എന്ന് അറിയണമെങ്കിൽ അതിനെതിരെ ഒരു പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുക്കണം. അങ്ങനെ ഒരു പാർട്ടി സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ഏഷ്യാനെറ്റും ബാക്കി റിപ്പോർട്ടർ വരെയുള്ള എല്ലാ ചാനലുകളും വളരെ പുരോഗമനപരമായ നിലപാടെടുക്കുന്നു, യുവതികളെ കയറ്റണം എന്ന് പറയുന്ന നിലപാടെടുക്കുന്നു. അതേസമയം എന്ത് ചെയ്തു, ജനം TV മാത്രം കയറ്റണ്ട എന്ന് പറയുന്ന നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടാണ് ജനം TV കൂടുതൽ ആളുകൾ കണ്ടത്, റേറ്റിംഗിലേക്ക് കൂടുതൽ വന്നത്. അപ്പൊ ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ മൊത്തം തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇത് വലിയ തോതിൽ ജനപിന്തുണ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് പോയത് കൂടിയാവാം. കാരണം എന്താ വെച്ചാൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂ പറയുന്ന ഒരു ചാനൽ എന്നുള്ള നിലക്കും അവിടുത്തെ സമരങ്ങളെ, വലിയ പ്രക്ഷോഭങ്ങളെ അമിതമായി ഈ പറയുന്ന പോലെ കാണിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലക്കും കൂടുതൽ ആളുകൾ ജനം TV കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ വികാരം ഇതിനെതിരെ ഉണ്ട് എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഈ ലോകത്തെവിടെയും വലിയ തോതിലുള്ള മാറ്റങ്ങൾ നടന്നിട്ടുള്ള ഒരു 10% ആളുകൾ കലാപത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. ഇപ്പൊ ബംഗ്ലാദേശിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ഒക്കെ ഒരു 10% ആളുകളേ ഉള്ളൂ. പക്ഷെ അവരാണ് ഭൂരിപക്ഷം എന്നൊക്കെ ഉള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. മനസ്സിലായി? അതിന് വേറൊരു നിലപാട് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, എടുത്തേ പറ്റൂ. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ 10% ഒരു അപൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ വോട്ടുകൾ പോലും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിപ്പിൽ എന്ത് ചെയ്തു, ഷർട്ട് മാറുന്ന പോലെ, ഡ്രസ്സ് മാറുന്ന പോലെ അവരവരുടെ അഭിപ്രായം മാറ്റി. CPM-ഉം ഏതാണ്ട് ഒരു പതുക്കെ അതിനോടൊന്ന് മയപ്പെട്ട സമീപനങ്ങളിലേക്ക് വന്നിട്ട് മാസങ്ങളായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ വേറെ കഥയൊന്നും ഇതിനകത്ത് നമ്മൾ അന്വേഷിച്ച് പോവുകയോ ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോയി ചെയ്യേണ്ടതില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടകൾ പാകിയിട്ടുള്ള വിത്തുകൾ ആളുകളുടെ മനസ്സിൽ മുളപൊട്ടുകയും അത് വലിയ വിശ്വാസവും ഈ പറഞ്ഞ പോലെ കാര്യവും ഒരു പ്രതിഷേധവും ഒക്കെ ഉയരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടത് 2018-ലാണ്. അതുകൊണ്ട് നിലപാടുകൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. കാരണം ഷോർട്ട് ടൈമിലേക്ക് അത്തരം ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഹിന്ദുത്വത്തിനനുസരിച്ചിട്ട് CPM പോലും മാറേണ്ടി വരുന്നു. തീർച്ചയായിട്ടും അത് എനിക്ക് എൻ്റെ നേരത്തെയുള്ള വിമർശനമാണ്. അതായത് BJP-യുടെ റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടകൾ വലിയ തോതിൽ കടന്നാക്രമിക്കുകയും സാംസ്കാരികമായി ഒരു ദേശത്തെ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനോട് അറിഞ്ഞോ അറിയാതെയോ എങ്കിലും സമരസപ്പെടുകയും പതുക്കെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാടുകളിലേക്ക് പോകേണ്ടി വരും. കാരണം തൊട്ടടുത്തൊരു ഇലക്ഷൻ വന്ന് നിൽക്കുമ്പോൾ എന്താണ്, ഒറ്റടിക്ക് ഇവരെല്ലാവരെയും മനസ്സിനെ മാറ്റാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടുള്ള. ഇവിടെ ഇതിനിടയിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായി. എന്തായിരുന്നു കോൺഗ്രസും BJP-യും ആദ്യം എടുത്ത നിലപാട്, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നുള്ളത്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാർട്ടികൾ നിലനിൽക്കുന്നത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് വിവേകപൂർവ്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ CPM-നെ പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നത് ഇത്രയും വിശ്വാസികൾ പോലും, കുറേയധികം ആളുകൾ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാനത്തിൻ്റെ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു പിടിവാശിയിലേക്ക് സർക്കാർ മാറിപ്പോയോ എന്നതായിരുന്നു പ്രശ്നം. നിങ്ങള് ഈ ജനങ്ങൾ ആദ്യം ഇപ്പം ഒരു നിലപാടായിരിക്കും, ആദ്യം ഒരു നിലപാടായിരിക്കും ഒരു പക്ഷേ ജനങ്ങൾ, പക്ഷെ അതിനൊക്കെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ മാറേണ്ടി വരും. അങ്ങനെ മാറേണ്ടതല്ല ഇപ്പോഴും രാഷ്ട്രീയ നേതൃത്വം. യഥാർത്ഥത്തില് അതൊക്കെ ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ്. രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ ഇവിടെ യഥാർത്ഥത്തിൽ ശബ്ദമുയർത്തിയപ്പോൾ എല്ലാ വനിതകളും സതിക്ക് അനുകൂലമായിരുന്നു. മനസ്സിലായോ? പെൺകുഞ്ഞുങ്ങളെ മുതലക്കുളത്തിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ആ മുതലക്കുളത്തിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർ ആ മുതലക്കുളത്തിലേക്ക് എറിയരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഒന്ന് ആലോചിച്ച് നോക്കണം. അമ്മമാർ വന്നു പോലും സ്വന്തം മക്കളെ മുതലക്കുളത്തിലേക്ക് എറിയുകയും ഏറ്റവും ഒടുവിൽ ആ മുതലക്കുളം വറ്റിച്ചുകൊണ്ട് ആ നിയമം നടപ്പിലാക്കി വരുത്തുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ജനങ്ങളുടെ ചിന്താഗതികൾക്കനുസരിച്ച് മാറേണ്ട നേതാക്കന്മാരല്ല വേണ്ടത്. അത് ഗൗതത്തോട് ഞാൻ അങ്ങേയറ്റം എന്ത് ചെയ്തു, എതിരഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ വേണ്ടത് ജനങ്ങളുടെ ചിന്താഗതികളെ നേരാവണ്ണം നയിക്കാൻ കഴിയുന്ന വലിയ നേതാക്കന്മാരാണ് വേണ്ടത്.
ഉദാഹരണം ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രസക്തി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബറാഖ് ഹുസൈൻ ഒബാമ ഭരണത്തിലേറുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ അഭിമാനം തോന്നിയത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പേര് മഹാത്മാഗാന്ധിയുടേതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത മഹാത്മാഗാന്ധി ഈ ലോകത്തെ ഒരു വലിയ കാര്യം പഠിപ്പിച്ചു. അതായത് അന്ന് വരെ ആരും വിശ്വസിക്കാത്ത കാര്യം, അത് അഹിംസ കൊണ്ടൊരു യുദ്ധം ജയിക്കാമെന്നാണ്. അങ്ങനെ അഹിംസ കൊണ്ടൊരു യുദ്ധം ജയിക്കാമെന്ന് പഠിപ്പിച്ച മഹാന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതിനു മുമ്പ് ആരും അങ്ങനെ വിചാരിച്ചിരുന്നില്ല യുദ്ധം ചെയ്യാതെ ഒരു യുദ്ധവും ഒരു അധികാരവും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഈ രാജ്യത്ത് വളർന്നു വന്നപ്പോൾ AKGയും അതുപോലെ തന്നെ EMSഉം ഒക്കെ തന്നെ ആളുകളെ അവരിതേവരെ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടും അവരെ തിരുത്തിക്കൊണ്ടും അവരെ പഠിപ്പിച്ചുകൊണ്ടും എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടുമാണ് ഒരു വലിയ നേതാവ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്താൽ മതി, നേരെ ജനങ്ങൾ മുഴുവൻ വിശ്വാസികളാണെന്നാൽ അതിന്റെ കൂടെ നിന്നാൽ മതി എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയല്ല, നിങ്ങളൊരു ചെറിയ ശബ്ദമായി മാറുമ്പോൾ നിങ്ങളുടെ ഒപ്പം നടക്കാൻ ആദ്യം 10 പേരും പിന്നെ 100 പേരും പിന്നെ 10,000 പേരും പിന്നെ 1,00,000 പേരും വരും എന്ന് പറയുന്ന വിശ്വാസമുള്ള നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ആവശ്യം. ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഈ മുത്തലാഖ് ഒക്കെ ഏത് രീതിയിലാണ് എല്ലാ എതിർപ്പുകൾ ഉണ്ടായിട്ടും BJP ഒക്കെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അതുപോലെ CPM ശ്രമിക്കണമായിരുന്നു. ഉറപ്പായിട്ടും CPM അതിന് ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. CPM അതിന് ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. CPM അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കുണ്ട്, മനസ്സിലായോ? പക്ഷേ ഈ BJP-കാരനെ താങ്കൾ മുത്തലാഖ് നിരോധിച്ചപ്പോൾ ഞാൻ നരേന്ദ്രമോദി അനുകൂലിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. മുത്തലാഖ് നിരോധിക്കേണ്ടതാണ്, അതുപോലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് രണ്ടും നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്നതായിരിക്കണം. പകരം ഇവിടുത്തെ വിഭാഗീയത ഉണ്ടാക്കി ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്ന ഗൂഢലക്ഷ്യം മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഈ തട്ടിപ്പ് നടത്തുന്ന പല സന്യാസിമാരെ പിടിച്ച് എന്ത് ചെയ്താനെ, ജയിലിലിട്ടേനെ. ഇപ്പൊ ഇത് ദീപക് മിശ്രയുടെ ബെഞ്ചിന്റെ വിധിയായിരുന്നു. അപ്പം നമ്മുടെ പെട്ടെന്ന് ഓർമ്മ വന്നത് രാഹുൽ ഈശ്വറിനെ. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് സൈഡിലൂടെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറയുന്ന ഈ വിധി. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം മണ്ടത്തരത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ സംസാരിക്കാൻ നമുക്ക് തയ്യാറല്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈവിധ്യത്തെ ഇല്ലാതാക്കും. യൂണിഫോം സിവിൽ കോഡ്, എന്റെ പൊന്ന് ഗൗതം, എന്തെങ്കിലും ഒരു സാമാന്യ ബോധത്തോടെ സംസാരിക്കും. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്നതിന് ഈ കൊച്ചു കേരളത്തിലെ ശബരിമലയിൽ യുവതികളെ കയറ്റിയിട്ട് വേണമെന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാകും? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നുള്ളത് ഈ പറയുന്ന BJP-യുടെ NDA-യുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. അതിന് ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്തവർക്ക് മാൻഡേറ്റ് കൊടുത്തൊരു കാര്യമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ ജമ്മു കാശ്മീർ മുതൽ ഇങ്ങനെയുള്ള ഇന്ത്യ മുഴുവനുള്ള ഒരു ക്ഷേത്രവും കണ്ടില്ല. പകരം ഈ ശബരിമലയിൽ വന്ന് ഇതൊക്കെ വെറും ഈ പറയുന്ന പോലെ എന്താണ് അഭ്യാസമായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വൈവിധ്യത്തെ, പല ആചാരങ്ങളും ഫോളോ ചെയ്യുന്ന പല വിശ്വാസികളുണ്ടാവും. അവരുടെ വൈവിധ്യത്തെ, ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ആദ്യ പടിയുടെ ഒരു നീക്കമാണിത് എന്നാണ് സോഷ്യൽ മീഡിയയില് വലിയ ആളുകൾ കേൾക്കുന്ന രാഹുൽ ഈശ്വറിന്. ഞാൻ പറഞ്ഞ കാര്യമല്ല, ഞാൻ രാഹുൽ ഈശ്വറിനെയാണ് കോട്ട് ചെയ്യുന്നത്. ഈ വലിയ ആളുകൾ എന്ന് പറഞ്ഞ അതായത് ഒരുപാട് ആളുകൾ കാണുന്ന, എത്ര പേര്, നിരവധിയായിട്ടുള്ള ആളുകൾ 500 കോടി രാഹുൽ ഈശ്വറിനെ, അതിൽ താങ്കൾ വിഷമിച്ചിട്ട് കാര്യമില്ല, എത്രയോ ആയിക്കോട്ടെ. ആൾക്കാർ അത് മണ്ടത്തരം കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ആൾക്കാരുണ്ടാവും, എല്ലാ കാലത്തും എന്ത് ചെയ്യും, ആൾക്കാരുണ്ടാവും, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഒരു ചാനലിൽ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയും, എല്ലാരെയും വിമർശിക്കുകയും ചെയ്ത് ആരും ഉണ്ടാവില്ല. പകരം എനിക്ക് നല്ല ബോധമുള്ള ഒരാളാണ്, ഞാൻ ഈ പണി ഭംഗിയായി താങ്കളെക്കാൾ നന്നായിട്ട് ചെയ്യാവുന്ന ഒരാളാണ്. ഒരു സൈഡ് അങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ കേൾക്കാൻ ആളുകൾ ഉണ്ടാവും. എന്നോട് തന്നെ ഈ നാട്ടിലെ പല വലിയ ആളുകളും എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളിലൊപ്പം നിൽക്കൂ, ഞങ്ങൾ എന്ത് ചെയ്യാം, ചാനൽ കയറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷമവും എനിക്കില്ല. കാരണം എനിക്ക് ഒരു കഞ്ഞി കുടിച്ചാൽ മതി ഒരു നേരം, അല്ലാതെ എനിക്ക് 2-3 ബിരിയാണി ഒരുമിച്ച് കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഗൗതം ഉദ്ദേശിക്കുന്ന ഒരു വിഷമം കാര്യമുള്ളൂ. എന്റെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വരന്റെ ഒരുപാട് പേര് കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് കൂടി വന്ന് 1,00,000 പേര് കേൾക്കണ്ടാവും. ഈ 3 കോടി പേരിൽ 1,00,000 പേര് കേൾക്കണ്ടാവും മാത്രം പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. പിന്നെ അങ്ങനെ 1,00,000 പേര് കേൾക്കുന്നതുകൊണ്ട് ബാക്കി ഈ കേരളത്തിൽ ജീവിക്കുന്ന 4 കോടി ജനങ്ങളുണ്ടല്ലോ, മലയാളികൾ, അവരൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ആ കേൾക്കാത്ത ഒരാൾ മഹാനാണെന്നുള്ളത് താങ്കൾ പറഞ്ഞു, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞതിന് ഒരു ചെറിയ കാര്യമുള്ളത്,
RSS സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയുന്നത് ഈ ശബരിമലയിലേക്ക് ആളുകളെ കയറ്റിക്കൊണ്ട്, അതായത് ശബരിമലയിൽ ഞങ്ങളിത് നടപ്പിലാക്കി, അപ്പൊ അങ്ങനെ നടപ്പിലാക്കിയതുകൊണ്ട് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് മറ്റേ മുസ്ലിം സമുദായത്തിനകത്തുള്ള പള്ളികളിലും ഇതുപോലെ സ്ത്രീകളെ കയറ്റണം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നടപ്പിലാക്കാൻ എളുപ്പമാകും, കാരണം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവും കാണിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു തന്ത്രമുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഈശ്വർ അറിയേണ്ടത് അങ്ങനെ ഒരു തന്ത്രത്തിന് വേണ്ടി ഈ കേരളത്തിൽ ഒരു കൊച്ചു ക്ഷേത്രമൊന്നും അവർക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കുറെ കൂടി വലിയ ലാൻഡ്സ്കേപ്പിൽ അവർ കാര്യങ്ങൾ എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനൊന്നും അവർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് BJP പോലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ എന്ത് ചെയ്തത്, നിലപാട് മാറ്റിയത്. അങ്ങനെ ഉറച്ചു നിൽക്കണമെങ്കിൽ കേരളം അങ്ങോട്ട് പോട്ടെ, കേരളത്തിലെ BJP ഒരിക്കലും അധികാരത്തിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ആ നിലപാടിൽ ഉറച്ചു നിന്നാൽ പോരെ അവർക്ക്. കാരണം അവർക്ക് കേരളത്തിലുള്ള 20 സീറ്റുകൾ ഒഴിച്ചു വെച്ചാൽ ബാക്കി 520 സീറ്റുകളിലധികം പാർലമെന്റിലേക്ക് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ കിടക്കുകയല്ലേ. അപ്പൊ അതൊന്നുമല്ല കാര്യം. അതൊക്കെ രാഹുൽ ഈശ്വർ ഇത് ഭയങ്കര തന്ത്രമാണ്, ഇത് മനസ്സിലാകാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നത് രാഹുൽ ഈശ്വർ എന്ത് ചെയ്യുന്നതാണ്, വെറുതെ മറ്റേ സ്വപ്നം കാണുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ ചർച്ച ചെയ്യേണ്ടത്. താങ്കളുടെ നിലപാട് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വരണം, സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണം എന്നുള്ളതാണ്. തീർച്ചയായും അതിൽ നിന്ന് സർക്കാർ പിന്തിരിയുന്നുണ്ടെങ്കിൽ അവരുടെ തോൽവിയായിരിക്കും എന്നാണ്. യൂണിഫോം അല്ല, ആരുടെ തോൽവിയായിരിക്കും? സർക്കാരിന്റെ തോൽവിയായിരിക്കും. അതായത് സ്ത്രീകളെ നാളെ ഇപ്പൊ എന്താണ് അടുത്ത ദിവസങ്ങളിൽ സർക്കാരിന്റെ തോൽവിയൊന്നും ഇല്ല ഗൗതം, ഇത് ജനങ്ങളുടെ തോൽവിയാണ്. അല്ല, CPM ഇത് നമ്മളെ ഈ പറയുന്ന പോലെ കേരളത്തിലെ സർക്കാർ തോൽക്കുകയില്ല, സർക്കാരല്ല തോൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ BJPക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, BJPക്ക് അറിയാം ഇത് വലിയ തോതിൽ ഹിന്ദു സമുദായത്തിനകത്തുനിന്ന് പോലും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഈ പറഞ്ഞ പോലെ വിവിധ സമുദായങ്ങളുടെ അകത്തുനിന്ന് പോലും വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാവും. കാരണം നമ്മൾ ഇവിടെ നിന്ന് വിചാരിക്കുന്നത് 18 വയസ്സിൽ താഴെ കല്യാണം കഴിക്കുന്നത് മുസ്ലിംസ് മാത്രമാണെന്ന് വിചാരിക്കണ്ട. നിരവധി ഈ പറഞ്ഞ പോലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റികൾ അത്തരത്തിലുള്ള ആചാരങ്ങൾ ഇപ്പോഴും തുടർന്നു പോരുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിപൂർണമായി നടപ്പിലാക്കുക എന്ന് പറയുന്നത് പതുക്കെ സ്ലോലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും അത് ചെയ്യുന്ന ഒരു കാലം വരികയും വേണം എന്നുള്ളതാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അതിനോടൊപ്പം ഗൗതം പറയണ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ജനതയുടെ പിന്നോട്ട് നടക്കലാണ്. ആ പിന്നോട്ട് നടക്കലാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. RSSന്റെ അഭിപ്രായം ഇതാണ്, യഥാർത്ഥത്തിൽ CPMന്റെ അഭിപ്രായം ഇതാണ്, കോൺഗ്രസിന്റെ അഭിപ്രായം ഇതായിരുന്നു. പക്ഷെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടും ഈ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളതും നമ്മുടെ ഈ പറയുന്ന പോലെ സാംസ്കാരികമായിട്ടുള്ള വലിയ അപജയത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തോൽക്കുന്നത് നമ്മളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല.